വിജയൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. വിജയൻ, ഇപ്പോൾ തൊട്ടു മുമ്പ് നമ്മുടെ ദൃശ്യങ്ങളിൽ വന്നുപോയി മാവൂർ റോഡിലെ സ്മൃതിപഥത്തിലെ ആ രജിസ്റ്ററിൽ MT വാസുദേവൻ നായരുടെ പേര് എഴുതിയിരിക്കുന്നത്. ഒരുപാടിടങ്ങളിൽ ശോഭയോടെ അല്ലെങ്കിൽ നമ്മുടെ അഭിമാനം മേലേക്ക് ഉയർത്തിക്കൊണ്ട് എഴുതപ്പെട്ട പേര് ഇന്ന് ഒരു രജിസ്റ്ററിൽ കുറിക്കപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതയാത്രയുടെ പൂർണ്ണതയെ കുറിക്കാനാണ്. പക്ഷേ ആ പൂർണ്ണത അക്ഷരങ്ങളിലൂടെ ഇനിയും അത് കൂടുതൽ വായനകളിലൂടെ കൂടുതൽ അറിവുകളിലൂടെ ഇനിയും ഒരുപാട് വികസിക്കാനുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. ഇന്ന് എത്ര ആളുകളാണ് ആ സ്നേഹമായി പറയാൻ അല്ലെങ്കിൽ തങ്ങൾക്ക് കിട്ടിയ കഥാപാത്രങ്ങളിലൂടെ കഥകളിലൂടെ കിട്ടിയ സ്നേഹം ഒരു നോക്കിലൂടെയെങ്കിലും തിരിച്ചു കൊടുക്കാൻ അങ്ങോട്ടേക്ക് ഒഴുകിയെത്തിയത്. സിത്താരയിൽ ഇന്ന് വൈകിട്ട് വരെ 4:30 വരെ ആളുകളുടെ നിറഞ്ഞ ഒഴുക്കായിരുന്നു. അതായത് ഇന്നലെ രാത്രി അദ്ദേഹത്തിൻ്റെ വിയോഗം സംഭവിച്ച് തുടർന്നങ്ങോട്ട് കേരളത്തിൻ്റെ വിവിധയിടങ്ങളിൽ നിന്നുള്ള ആളുകൾ കോഴിക്കോട്ടേക്ക് ഒഴുകുകയായിരുന്നു. അദ്ദേഹം എപ്പോഴും പറഞ്ഞിരുന്നത് ഇങ്ങനെ ഒരു ചടങ്ങുകളും വേണ്ട, മരണം അത് മന്ദസ്മിതത്തോടെ കാത്തിരിക്കുന്ന അല്ലെങ്കിൽ നിസ്സംഗമായി കടന്നു വരുന്ന മരണത്തെ അതേ ലാളിത്യത്തോടെ സ്വീകരിക്കാൻ അദ്ദേഹം ഒരുക്കമായിരുന്നു. അതുകൊണ്ടാണ് അത്തരം ചടങ്ങുകളൊന്നും വേണ്ട എന്ന് പറഞ്ഞത്. പക്ഷെ നമ്മുടെ ഇഷ്ടത്തിൻ്റെ ആധിക്യം കൊണ്ട് നമുക്കങ്ങനെ അദ്ദേഹത്തെ വിടാനും കഴിഞ്ഞില്ല. CK നമുക്കൊപ്പം ഉണ്ട്. CK, ഓരോ സാധാരണക്കാരും കണ്ണു നിറഞ്ഞിരിക്കുന്ന ഒരു ചേച്ചിയെ വരെ നമ്മൾ കഴിഞ്ഞ മണിക്കൂറുകളിൽ കണ്ടതാണ്. അപ്പോൾ ഓരോരുത്തരും അത് ആരെന്നതില്ല, അക്ഷരങ്ങൾ കൊണ്ട് MT അറിഞ്ഞവരാണ് അങ്ങോട്ടേക്ക് ഒഴുകി വന്നതല്ലേ? തീർച്ചയായും അതെ. കാരണം അത്രമാത്രം വിപുലമായ അടിത്തറയും അതിൻ്റെ മുകളിൽ പണിത വലിയ ഭാഷയുടെയും സംസ്കാരത്തിൻ്റെയും സാഹിത്യത്തിൻ്റെയും ഗോപുരത്തിൻ്റെ കൂടി ഉടമയാണ് MT വാസുദേവൻ നായർ. അതിൽ വലിപ്പച്ചെറുപ്പങ്ങളില്ല. തൊഴിലാളിയെന്നോ മുതലാളിയെന്നോ മറ്റ് വ്യക്തികളെന്നോ ഒന്നും തന്നെ ഇല്ല. അതിന് യാതൊരു രീതിയിലുള്ള ജാതി മത വർഗ വർണ്ണഭേദവുമില്ല. അത്രമാത്രം ശക്തമായ ഒരുപക്ഷെ അതിശക്തമായ ഒരു എഴുത്തിൻ്റെ ഉടമയാണ് MT വാസുദേവൻ നായർ. അതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും ഞങ്ങൾ ഇന്നലെ രാത്രി ഒരു 10 മണി മുതൽ ഈ സമയം വരെ സാക്ഷിയാവുകയായിരുന്നു. ജീവിതത്തിൻ്റെ ഏതെല്ലാം മേഖലയിൽ നിന്ന് ആൾക്കാർ എത്തി എന്നതിന് എണ്ണിപ്പറയാൻ കഴിയാത്ത രീതിയിൽ അത്രയും വിപുലമായ രീതിയിൽ ആൾക്കാർ എത്തി. എല്ലാ മേഖലകളിൽ നിന്നും ആൾക്കാർ വന്നു. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായിരുന്നു ഈ സ്മൃതിപഥത്തിൽ ഒടുവിൽ ചടങ്ങുകൾ നടത്തുന്നതിന് വേണ്ടി അതിനെ മറ്റ് ഔദ്യോഗിക പരിവേഷങ്ങൾ നൽകുന്നതിന് വേണ്ടി എത്തിച്ചപ്പോൾ പോലും എല്ലാം തന്നെ അതിന് ചുറ്റും കൂടിയ ആൾക്കാരുടെ എണ്ണം. ഏതായാലും ഇനി നമുക്ക് MT ഇല്ല എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും ഇല്ല എന്ന് തന്നെ പറയാം. കാരണം ഇനി അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം പോലുമില്ല. എനിക്കിപ്പോൾ നിൽക്കുന്ന ഈ കെട്ടിടത്തിൻ്റെ പുകക്കുഴലിലെ പുക പോലും അവസാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതായത് അദ്ദേഹത്തിൻ്റെ ശരീരത്തെ പൂർണ്ണമായും അഗ്നിനാളങ്ങൾ ഏറ്റുവാങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഈ ഗ്യാസ് ചേമ്പറിൽ അദ്ദേഹത്തിൻ്റെ ഒരു 5 മിനിറ്റിലധികം ഈ തീനാളങ്ങൾ അദ്ദേഹത്തെ തികച്ചും ഭസ്മമാക്കി മാറ്റി. ഇനിയുള്ളത് അദ്ദേഹത്തിൻ്റെ ഓർമ്മകളാണ്. അദ്ദേഹം പണിതു വെച്ച സർഗാത്മകതയുടെ തിരുശേഷിപ്പുകളാണ്. അതിൻ്റെ എല്ലാ രീതിയിലുള്ള മാനങ്ങളോടും കൂടി, അതിൻ്റെ എല്ലാ രീതിയിലുള്ള വർണ്ണബാഹുല്യങ്ങളോടും കൂടി ഇനിയുള്ള നാളുകളിൽ അദ്ദേഹം ഓർമ്മിക്കപ്പെടും. അതിൻ്റെ തെളിവുകൾ അതിനു മാത്രം ഒരു പുരുഷായുസ് കൊണ്ട് ഒരാൾക്കും ചെയ്തു തീർക്കാൻ കഴിയാത്തത്രയും അവശേഷിപ്പുകൾ അദ്ദേഹം ഈ പൊതുസമൂഹത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കേരളത്തെ, ഭാഷയെ, മലയാളത്തെ എല്ലാം തന്നെ നിരന്തരം നവീകരിക്കുകയും നിരന്തരം പുതുക്കിപ്പണിയുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആ അഭിമാനത്തിൽ നമ്മൾക്ക് MTയെക്കുറിച്ച് എന്നും ഓർക്കാം. MT വാസുദേവൻ നായരുടെ ചിത മാത്രമേ എരിയുന്നുള്ളൂ അല്ലെങ്കിൽ അടങ്ങിയിട്ടുള്ളൂ. അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം മാത്രമേ തീനാളങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുള്ളൂ. അദ്ദേഹം തീർത്തുവെച്ച, അദ്ദേഹം പണിത മണിമന്ദിരങ്ങൾ ഇപ്പോഴും നമ്മൾക്ക് മുന്നിലുണ്ട്. അദ്ദേഹം തീർത്ത അക്ഷരജാലവിദ്യകൾ മുഴുവൻ നമ്മളുടെ മുന്നിലുണ്ട്. അതുമതി ഒരായുസ് അല്ലെങ്കിൽ 1000 ആയുസ്സുകൾ മലയാളിക്ക് എന്നും MTയെ ഓർക്കാൻ.